ലോകത്ത് മൂന്നിലൊരാൾക്ക് എല്ലായ്പ്പോഴും ശാരീരികമോ മാനസികവുമായ വൈകല്യങ്ങൾ ഉണ്ടെന്നാണ് WHO പറയുന്നത്. അതായത് 2.41 ബില്യൺ കോടി ജനങ്ങൾക്കാണ് ഈ ശാരീരിക മാനസിക അസ്വസ്ഥത ലോകത്തുള്ളത്. ഇത് ഇന്ത്യ പോലത്തെ വികസ്വര രാജ്യങ്ങൾ കൂടുതലുമാണ്. ഇവരെ പരിചരിക്കുക എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരു പ്രധാന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇത് AI കാലത്തും നിലനിൽക്കുകയും ചെയ്യും കേട്ടോ. ഇതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് പ്രധാന കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ പഠിക്കാനായിട്ടുള്ളത് എന്ന് നോക്കാം. അതിലൊന്ന് ഫിസിയോതെറാപ്പി, ഓക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ തെറാപ്പികള്, ഒപ്പം തന്നെ ഡി അഡിക്ഷൻ സെന്ററിലെ മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണർമാർ, അതുപോലെ സ്കൂളുകളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്. അതായത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകുന്ന സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരം തെറാപ്പികൾ നടത്താൻ പറ്റത്തുള്ളൂ. അതിന് നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിൽ നിഷ് ഉണ്ട്, ഇൻഹാൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിലാണ് ഈ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സർട്ടിഫിക്കേഷൻ കിട്ടേണ്ട കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ കരിയർ മാപ്പിംഗ് TVയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് കാണണം. ഏതായാലും ഈ ഒരു AI കാലത്ത് നിലനിൽക്കാൻ സാധ്യതയുള്ള നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് തെറാപ്പിസ്റ്റുകളുടേത്.